ഹലോ എവരിവൺ, അഡ്മിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അതിലൊരു സംശയവും നിങ്ങൾക്ക് ബാക്കിയില്ല. പല സംശയങ്ങളും വീഡിയോ മുഴുവൻ കാണാതെയാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പേരിന്റെ ലെറ്റേഴ്സിന്റെ കാര്യമൊക്കെ നമ്മൾ അതിൽ പരാമർശിച്ചതാണ്. അത് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പരീക്ഷാ ഹാളിലേക്ക് എത്തേണ്ട സമയം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രിന്റ് എടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആധാർ വെരിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, നോൺ ആധാർ ഡിക്ലറേഷൻ ആരൊക്കെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. പരീക്ഷാ ഹാളിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് എക്സാം ഹാളിലെ കാര്യങ്ങളാണ്. ഓക്കെ, അത് ഒന്നാമതായിട്ട് പെന്നുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സമയം, OMR, അതുപോലെ തന്നെ ചോദ്യങ്ങൾ. ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഓരോന്നും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ മിസ്റ്റേക്ക് പോലും നമ്മുടെ മാർക്ക് നഷ്ടപ്പെടും. അത് നമുക്ക് JRF പോലെയുള്ള വലിയ അവസരങ്ങളാണ് ഇല്ലാതാക്കുക എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണുക, ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു 10-15 മിനിറ്റ് മാത്രമേ നിങ്ങൾ ഇതിന് സമയം നൽകേണ്ടതുള്ളൂ എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് പെന്നുമായി റിലേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങളാണ്. പെന്ന് നമുക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളറുകളിലുള്ള പേന യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏത് രീതിയിലുള്ള പെന്നുകളാണ് യൂസ് ചെയ്യേണ്ടത്? ബോൾ പോയിന്റ് പെന്നുകളാണ് യൂസ് ചെയ്യേണ്ടത്. യാതൊരു കാരണവശാലും നിങ്ങൾ മഷിയുള്ള പേനകൾ, അതായത് മഷി നിറയ്ക്കുന്നതോ അല്ലെങ്കിൽ മഷി പുറത്തേക്ക് കൂടുതലായിട്ട് വരുന്നതോ തരത്തിലുള്ള പേനകൾ കൊണ്ടുപോകാൻ പാടില്ല. ഒന്നാമതായിട്ടുള്ള കാര്യം അതാണ്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അത്തരം പേനകളാണല്ലോ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത്. അങ്ങനെയുള്ള പേനകളായിരിക്കണം, ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് അതിൽ പറയാനുള്ളത്. അത് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ പെന്ന് പരീക്ഷയുടെ ഒരു ദിവസം മുമ്പ് തന്നെ വാങ്ങി വെക്കുക. പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത് അത് ബുദ്ധിമുട്ടുണ്ടാകും. അത് ഏത് രീതിയിലാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? നിങ്ങൾ വാങ്ങിച്ച പെന്നിന് എന്ത് തന്നെയായാലും ഒരു ചെറിയ പിടുത്തമുണ്ടാകും നമ്മൾ എഴുതുന്ന സമയത്ത്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് പെന്ന് യൂസ് ചെയ്യുന്നവരാണ്. അത്തരത്തിൽ ബോൾ പോയിന്റ് പേനകൾക്ക് വാങ്ങിയ ഉടനെ എഴുതി ഒരു മയം വരുന്നത് വരെ അതിനൊരു ചെറിയ പിടുത്തം ഉണ്ടാവും. പേപ്പറിലേക്ക് ചെറുതായിട്ടൊന്ന് പിടിക്കും. അത് ചിലപ്പോൾ നമുക്ക് ഉപദ്രവമായിട്ട് മാറും. ഓക്കെ, അതുകൊണ്ട് തന്നെ പെന്ന് നേരത്തെ വാങ്ങിച്ചു വെച്ച് നിങ്ങളൊന്ന് ബബിൾ ചെയ്ത് നോക്കുക. വേണമെങ്കിൽ OMR ഷീറ്റിന്റെ കോപ്പി ടെലിഗ്രാം ചാനൽ ഷെയർ ചെയ്യാം. അതൊന്ന് പ്രിന്റ് എടുത്ത് അതിലൊക്കെ ഒന്ന് ബബിൾ ചെയ്ത് നോക്കുക. ജസ്റ്റ് നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മതി. ഏത് രീതിയിലാണ് ബബിൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാക്കാം. സോ പെന്നുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് മഷിയുള്ള പേനകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് പേന ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അത് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമതായിട്ട് വളരെ കൃത്യമായിട്ട് എഴുതുന്ന രീതിയിലുള്ള പെന്നുകൾ വാങ്ങാൻ ശ്രമിക്കുക. കാരണം നമുക്ക് സ്മൂത്ത് ആയിട്ട് വളരെ കൃത്യമായി പെട്ടെന്ന് തന്നെ കറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യം ഓർമ്മയിൽ വെക്കുക. നല്ല രീതിയിൽ എഴുതുന്ന ബോൾ പോയിന്റ് പേന അത് നോക്കി വാങ്ങിക്കുക, പോയി എഴുതി നോക്കി വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, പെന്നിന്റെ കാര്യത്തിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടൈമാണ്. പരീക്ഷാ ഹാളിലേക്ക് എത്തുന്നതിന് നമുക്ക് കൃത്യമായിട്ടുള്ള സമയമുണ്ട്. ആ സമയം കീപ്പ് ചെയ്യുക. ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതിന്റെ ഒരു 45 മിനിറ്റ് മുമ്പെങ്കിലും എത്താൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനും അതിനൊക്കെ സമയമുണ്ട്, ഒന്ന് ആലോചിക്കാനും എന്താണ് എങ്ങനെയാ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാനൊക്കെ സമയം ലഭിക്കും. അതുകൊണ്ടൊരു 3/4 മണിക്കൂർ മുമ്പെങ്കിലും പരീക്ഷാ ഹാളിലേക്ക് എത്തുക. ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഒരു 3/4 മണിക്കൂർ മുമ്പെങ്കിലും എത്തുക. ദൂര സ്ഥലങ്ങളിൽ സെന്റർ ലഭിച്ചവരെല്ലാം, ഒത്തിരി പേർക്ക് അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അതായത് ദൂരസ്ഥലം എന്ന് പറയുന്നത് സ്വന്തം ജില്ലയിൽ തന്നെ കുറച്ച് ദൂര സ്ഥലങ്ങളിലേക്ക് സെന്റർ ലഭിച്ചവർ വളരെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുക. കാരണം ഏതെങ്കിലും രീതിയിലുള്ള ബ്ലോക്കുകളോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്തിന് എത്താൻ സാധിക്കില്ല. സമയം വളരെ വിലപ്പെട്ടതാണ്, പരീക്ഷാ ഹാളിന് പുറത്തും പരീക്ഷാ ഹാളിൽ ഉള്ളിലും. ഇനി അത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. ഇനി പരീക്ഷാ ഹാളിനുള്ളിലെ കാര്യങ്ങളാണ്. നമുക്കറിയാം 150 ചോദ്യങ്ങൾ
3 മണിക്കൂറാണ്. അതായത് 180 മിനിറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. 150 ചോദ്യങ്ങൾക്ക് 150 മിനിറ്റ് ആണ് നമുക്ക് പരീക്ഷാ ഹാളിൽ ലഭിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യത്തിന് 1 മിനിറ്റും 20 സെക്കൻഡുമാണ് നമുക്ക് ലഭിക്കുന്ന സമയം. ഓക്കെ, ഒരു ചോദ്യത്തിന് 1 മിനിറ്റും 20 സെക്കൻഡും നമുക്ക് ലഭിക്കും. ഇത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പോ നമ്മുടെ മെയിൻ വിഷയത്തിലോ അല്ലെങ്കിൽ ജനറൽ പേപ്പറിലെയോ ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് കൂടുതൽ സമയം നമ്മൾ നൽകി കഴിഞ്ഞാൽ, അതായത് ഈ 1, 2, 3 മിനിറ്റ് ഒരു ചോദ്യത്തിന് നൽകി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ചോദ്യം എഴുതാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത്. ആ ഒരു കാര്യം സാധാരണ രീതിയിൽ UGC നെറ്റ് എക്സാമിന് ഉണ്ടാവാറില്ല. എന്നിരുന്നാലും പറയാണ്, ഈ ഒരു സമയം കീപ്പ് ചെയ്യാം. നമുക്ക് അറിഞ്ഞുകൂടാത്തതും ഉത്തരം ലഭിക്കില്ല എന്നുറപ്പുള്ളതുമായുള്ള ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള ഉത്തരം എഴുതി സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, സമയം നമുക്ക് വളരെ വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സെന്ററിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വേഗം തീർത്തിട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. അപ്പൊ ഒരു ചോദ്യത്തിന് 1 മിനിറ്റും 20 സെക്കൻഡുമാണ് നമുക്ക് ലഭിക്കുന്ന സമയം എന്ന് ഓർത്തിരിക്കുക. നമ്മൾ കഴിഞ്ഞ വർഷമേ ഇത് വീഡിയോയിലൊക്കെ പറയുന്നതാണ്. അപ്പൊ സമയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടെ ഒന്ന് സൂചിപ്പിക്കാം. നമ്മുടെ ജനറൽ പേപ്പറിൽ നമുക്ക് 50 ചോദ്യങ്ങൾ ഉണ്ടാവും, 100 മാർക്കിനുള്ളത്. നമ്മുടെ മെയിൻ പേപ്പറിൽ 100 ചോദ്യങ്ങൾ 200 മാർക്കിനുള്ള. അപ്പോ 150 ചോദ്യങ്ങൾ 300 മാർക്കിനുള്ളത് 150 മിനിറ്റ് ആണ് ടോട്ടൽ ടൈം. ഓക്കെ, ഈ കാര്യം ഓർത്തു വെക്കുക. നമുക്ക് ഇതിനിടയിൽ ബ്രേക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ 3 മണിക്കൂറും നമ്മൾ കൃത്യമായിട്ട് പരീക്ഷാ ഹാളിൽ ഇരിക്കേണ്ടതായിട്ടുണ്ട്. സമയത്തിന്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ജൂൺ 18-ാം തീയതി സമയം പരീക്ഷാ ഹാളിൽ എത്തുന്നതിന് മുമ്പും പരീക്ഷാ ഹാളിൽ എത്തിയിട്ടും നമുക്ക് വളരെ വിലപ്പെട്ടതാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് OMR ഷീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. OMR ഷീറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏത് രീതിയിലാണ് നമ്മൾ കറുപ്പിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇതാണ് ശരിയായ രീതി. ഇതുപോലെയുള്ളതും അതുപോലെ തന്നെ ഇതുപോലെയുള്ളതും അതുപോലെ ഇങ്ങനെ തെറ്റിട്ട് വെക്കുന്നതും ശരിയിടുന്നതും ഒക്കെ തന്നെ റോങ് മെത്തേഡാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. സാധാരണ രീതിയിൽ PSC പരീക്ഷകൾക്കൊക്കെ ഇത് കൃത്യമായിട്ട് ഉണ്ടാവാറുണ്ട്. എന്നാലും നമ്മൾ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം പോലും നിങ്ങൾ അറിയാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരിയായ രീതി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ബബിൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കാര്യം, OMR ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമൊക്കെ 1ാമത്തെ ചോദ്യം എഴുതി, 2ാമത്തെ എഴുതി, 3ാമത്തെ എഴുതി, അങ്ങനെ പോകുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഉത്തരങ്ങൾ എഴുതി 16ാമത്തെ ചോദ്യം നമ്മൾ വിട്ടു. നമ്മൾ 17ാമത്തെ ചോദ്യം എടുത്തു. 17ാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പം നമ്മൾ 16ാമത്തെ പേജ് തന്നെ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയാണ്. അപ്പോ ക്വസ്റ്റ്യനിലെ നമ്പറും OMR ഷീറ്റിലെ നമ്പറും കൃത്യമായിരിക്കണം. ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന നമ്പർ 1 ആണെങ്കിൽ OMR ഷീറ്റിലുള്ള ഉത്തരത്തിന്റെ നമ്പറും 1 ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. ഓക്കെ, നിങ്ങൾ 1ാമത്തെ ചോദ്യമാണ് പരിശോധിക്കുന്നത്. 1ാമത്തെ ചോദ്യത്തിന്റെ ചോദ്യം വായിച്ചു, ഓപ്ഷൻ വായിച്ചു, അതിന് ഉത്തരം എഴുതണം. ഉത്തര പേപ്പറിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടി ഉറപ്പുവരുത്തുക, നമ്മൾ വായിച്ചിരിക്കുന്ന ചോദ്യം 1ാമത്തേതാണ്, അതിന്റെ ആൻസർ ആണ് നമുക്ക് എഴുതേണ്ടത്. ഇതിനൊക്കെ നമുക്ക് സമയം വേണം, എന്നാൽ അതൊക്കെ സ്പീഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പോ ഇങ്ങനെയുള്ള തെറ്റുകൾ പലരും വരുത്താറുണ്ട്. OMR ഷീറ്റിൽ സാധാരണ രീതിയിൽ കണ്ടുവരാറുള്ള തെറ്റുകളാണിത്. ഇതിൽ നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, കറക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിതിലില്ല. ഓക്കെ, ആ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മളിപ്പോ ആദ്യമൊക്കെ വളരെ കൃത്യമായിരിക്കും. ആദ്യം ഒരു 10ഓ 25ഓ ചോദ്യം എഴുതുന്നവരെ നമ്മൾ വളരെ കൃത്യമായിട്ട് പോകും. പിന്നീട് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ ആണ്, എല്ലാം ഓക്കെ ആണെന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ എഴുതും. അപ്പൊ നമ്മൾ ചിലപ്പോൾ 27ാമത്തെ ചോദ്യം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് 30ാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതും, അല്ലെങ്കിൽ 28ാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതും. അങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ OMR ക്വസ്റ്റ്യനിൽ നിന്നും OMR എത്തുമ്പോൾ 27 തന്നെ കറുപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പല രീതിയിൽ നമുക്ക് ദോഷമുണ്ട്. ഒന്ന്, നമ്മൾ തിരിച്ചു വന്ന് ആ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ നോക്കുമ്പോഴായിരിക്കും അമളി പറ്റിയ കാര്യം മനസ്സിലാകുക. അതുകൊണ്ട് ഈ കാര്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ
തള്ളിക്കളയരുത്. ഇത്തരത്തിൽ തെറ്റുകൾ പലരും വരുത്താറുണ്ട്. പിന്നെ OMR നമ്മൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വരുന്നതിന് മുമ്പ്, ചോദ്യങ്ങളിലേക്കും അതിന്റെ ഓപ്ഷനിലേക്കും ഉത്തരത്തിലേക്കും വരുന്നതിന് മുമ്പ് നമ്മുടെ റോൾ നമ്പർ, നമ്മുടെ സബ്ജക്റ്റ്, നമ്മുടെ പേര്, അതുപോലെ തന്നെ സെന്ററിന്റെ കോഡ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ബബിൾ ചെയ്യാനുണ്ടാവും. ആ കാര്യങ്ങൾ ഇൻവിജിലേറ്റേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു തരും. സമയം പോകുമല്ലോ എന്നുള്ളതൊക്കെ കരുതി ആ കാര്യം ശ്രദ്ധിക്കാതിരിക്കരുത്. അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും, നിങ്ങൾ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് തരും. ആ കാര്യം കേട്ടുകൊണ്ട് കൃത്യമായിട്ട് ഓരോ കാര്യവും മനസ്സിലാക്കി ആദ്യത്തെ പേജിൽ തന്നെ തെറ്റിക്കാതിരിക്കുക. ഇത്തവണത്തെ പരീക്ഷകൾക്കൊക്കെ റോൾ നമ്പറൊക്കെ തെറ്റിച്ചവരുണ്ട്, ഇപ്പം മറ്റു പല എക്സാമിനും. അതുകൊണ്ടാണ് പറയുന്നത്, റോൾ നമ്പറൊക്കെ തെറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഒരു OMR ഷീറ്റ് ലഭിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്, ഇത്തരത്തിൽ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ സിമ്പിൾ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ വിട്ടുകയും ഓക്കെ ഐ വിൽ, ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയിൽ നമ്മൾ കോൺഫിഡന്റോട് കൂടി ഇരിക്കും. പക്ഷെ തെറ്റുകൾ വരും എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും വരുന്ന മെസ്സേജുകളിൽ പലതും സബ്ജക്റ്റ് വരെ ആപ്ലിക്കേഷൻ സമയത്ത് തെറ്റിപ്പോയവരുണ്ട്. ഓക്കെ, അഡ്മിറ്റ് കാർഡിൽ സബ്ജക്റ്റ് മാറി ലഭിച്ചപ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത് പോലും, മനസ്സിലായില്ലേ? അതുപോലെ ID പ്രൂഫിലുള്ള പേരിന്റെ ഇനീഷ്യൽ മാറിപ്പോയവരുണ്ട്. ഇതൊക്കെ നമ്മൾ ചെറിയ ശ്രദ്ധക്കുറവ് കൊണ്ട് വരുത്തുന്ന തെറ്റുകളാണ്. അത്തരം ശ്രദ്ധക്കുറവുകൾ ഉത്തരക്കടലാസിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് JRF പോലെയുള്ള വലിയ നേട്ടങ്ങൾ, അതായത് ഇന്ത്യ ഒട്ടാകെ പരീക്ഷ എഴുതുന്നവരിൽ നിന്നും ഒരു പെർസെന്റേജ് ഉണ്ടാവാറില്ല, ഒരു പെർസെന്റേജ് കണക്കാക്കാം നമുക്ക്. അതായത് 100 പേർ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. 99 പേരെ ഒഴിവാക്കി ഒരാൾക്കാണ് JRF ഒക്കെ ലഭിക്കുന്നത്, 100 പേര് ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അത്തരത്തിലുള്ള അവസരങ്ങൾ പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോ പുതിയൊരു മെത്തേഡാണ്, പുതിയൊരു പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്ത് അനലൈസ് ചെയ്ത് ഉറപ്പുവരുത്തി മാത്രം ബബിൾ ചെയ്യുക എന്നുള്ളതാണ്. കറക്ഷൻ എന്നൊരു ഓപ്ഷൻ നമുക്കിതിലില്ല. ഓക്കെ, പിന്നെ പറയാനുള്ള പ്രധാന കാര്യം, നമ്മൾ PSC പരീക്ഷയൊക്കെ എഴുതിയതല്ലേ, ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, അതുപോലെ OMR ഷീറ്റ് കണ്ടതാണ് എന്നുള്ളതൊക്കെ കരുതുന്നവരുണ്ടാവും. PSC പരീക്ഷയ്ക്ക് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളല്ല ഇവിടെ വരുന്നത്. നമുക്കൊരു ചോദ്യം, അതിന് ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു കോഡ്, ആ കോഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്ഷൻ, ഇത് മൂന്നും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്, ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളാണ് കൂടുതലാവാൻ സാധ്യത. ഇത് മൂന്നും ഉള്ളത് കൊണ്ട് തന്നെ ഏതാണ് ഉത്തരത്തിലേക്കുള്ള ഓപ്ഷൻ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം OMRലേക്ക് വരിക. ഓക്കെ, ആ കാര്യം കൂടെ എടുത്തു പറയാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എക്സാം ഹാളിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. പെന്നിന്റെ കാര്യം, സമയം, OMR ആൻഡ് ക്വസ്റ്റ്യൻസ്, ആ കാര്യവും നമ്മൾ മനസ്സിലാക്കി. ഈ 3 കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഉറപ്പുവരുത്തി വേണം നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോകാൻ. പിന്നെ അവസാനമായിട്ട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, പരീക്ഷാ ഹാളിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. നമുക്ക് 6 കാര്യങ്ങളാണ് പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക. ഒന്നാമതായിട്ട് നമ്മുടെ അഡ്മിറ്റ് കാർഡ്. അഡ്മിറ്റ് കാർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. അതിൽ തന്നെ നമ്മളുടെ ഇൻസ്ട്രക്ഷൻ പേജിൽ 7ാമത്തെ പോയിന്റ് ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പേജ് 1 സെൽഫ് ഡിക്ലറേഷൻ വരെ വരേണ്ടതുണ്ട്. പേജ് 2 ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. പേജ് 3 നോൺ ആധാർ ഡിക്ലറേഷൻ. ഇത് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് 7ാമത്തെ പോയിന്റ് ആയിട്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ നമുക്ക് പരീക്ഷകളിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതുമായ ബോൾ പോയിന്റ് പെൻ. അത് ബ്ലൂ ഓർ ബ്ലാക്ക് ആകാം. അഡീഷണൽ ഫോട്ടോഗ്രാഫ്, ഒന്ന് നിങ്ങളുടെ ആധാർ കാർഡിലേക്കും ഒരെണ്ണം നിങ്ങളുടെ രജിസ്റ്റർ ഷീറ്റിലേക്കുമാണ്. അങ്ങനെ ആപ്ലിക്കേഷനിൽ കൊടുത്ത 2 ഫോട്ടോ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഹാൻഡ് സാനിറ്റൈസർ, അത് 50 ml നിങ്ങൾ കൊണ്ടുപോകാൻ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോട്ടിലായിരിക്കണം. പിന്നെ പേഴ്സണൽ ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിൽ, വെള്ളം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ബോട്ടിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ID പ്രൂഫ്, ആധാർ കാർഡ് തന്നെ കയ്യിൽ വെക്കാൻ ശ്രമിക്കുക. ആധാർ വെരിഫൈഡ് അല്ലാത്തവർ മാത്രമാണ് നോൺ ആധാർ ഡിക്ലറേഷൻ ഫില്ല് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് നമ്മൾക്ക് പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളും ഈ 6 കാര്യങ്ങളും, ഇത് മാത്രമേ പരീക്ഷാ ഹാളിലേക്ക് നിങ്ങളെ അനുവദിക്കുകയുള്ളൂ. ബാക്കി ഒരു കാര്യവും അതിലുണ്ടാവില്ല. എന്തൊക്കെ കാര്യങ്ങൾ പറ്റില്ല എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം ഓർത്തു വെക്കുക. പിന്നെ
അഡ്മിറ്റ് കാർഡ് ഏത് രീതിയിൽ പ്രിന്റ് എടുക്കണം എന്നുള്ളത് അഡ്മിറ്റ് കാർഡിലെ ഇൻസ്ട്രക്ഷൻസിൽ 7ാമത്തെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്. ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.